Hi all, welcome to BTech MEDC. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് ബാർ സർക്യൂട്ട് തിയറിയിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ പാർട്ട് 2 ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം പാർട്ട് 1ൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇമ്പോർട്ടൻസ്, നെറ്റ്വർക്ക് അനാലിസിസിൽ എങ്ങനെയാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്, അതുപോലെ ഡിഫറെൻറ്റ് ഫങ്ഷൻസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 2 ആണ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം വിത്ത് എക്സാമ്പിൾസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോർമലി എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം, അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ ബൈ എ കോൺസ്റ്റന്റ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ കോൺസ്റ്റന്റ്. അപ്പം എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒരു 8 പ്രോപ്പർട്ടീസോളം ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ കോൺസ്റ്റന്റ്. ഇപ്പം എക്സ് ഓഫ് ടി ഒരു ഫങ്ഷൻ, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് ആണ്. ഓക്കെ, ദെൻ കെ ഇൻറ്റു x of t, Laplace transform will be constant k into x of t into x of s. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സപ്പോസ് എക്സ് ഓഫ് ടിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എക്സ് ഓഫ് എസ്, ദെൻ കെ ഇൻറ്റു എക്സ് ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി കെ ഇൻറ്റു എക്സ് ഓഫ് എസ്. എക്സാമ്പിൾസ് വെച്ചിട്ട് പറയാം. ഒരു എക്സാമ്പിള്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 2 into u of t ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുകയാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 2 into u of t. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ u of t ഫംഗ്ഷൻ. ഓക്കെ, u of ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം എന്താണ്, 1/s ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇറ്റ് ഈസ് 1/s ആണ്. ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്, 2 into u of t ആണ്. അപ്പോൾ എബോവ് പ്രോപ്പർട്ടി വെച്ചിട്ട് എന്താ വരുന്നത്, ഇപ്പോൾ k ഇൻറ്റു എക്സ് ഓഫ് ടി ആണെങ്കിൽ k ഇൻറ്റു എക്സ് ഓഫ് എസ് ആവും. സിമിലർലി എന്തായിട്ട് വരും, 2 ഇൻറ്റു യു ഓഫ് എസ് ആയിട്ട് വരും. ഹിയർ യു ഓഫ് എസ് എന്താണ്, 1/s ആണ്. സോ 2 ഇൻറ്റു യു ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി 2 ഇൻറ്റു 1/s വരും. ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടി വെച്ചിട്ട് 2 ഇൻറ്റു യു ഓഫ് ടി വിൽ ബി ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി 2 ഇൻറ്റു 1/s. സിമിലർലി നമുക്ക് സെക്കൻഡ് ഒരു എക്സാമ്പിൾ എടുക്കാം. സെക്കൻഡ് ഒരു എക്സാമ്പിൾ 2 sin 2t. 2 sin 2t അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. പക്ഷെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് സൈൻ്റെ ഇക്വേഷൻ ഉണ്ട്. അതായത് സൈൻ ഒമേഗ നോട്ട് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ പാർട്ട് 1ൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. That will be omega naught divided by s square plus omega naught square. Okay, sin omega naught t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം will be omega naught divided by s square plus omega naught square. ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് sin 2t ആണ്. സോ sin 2t ലാപ്ലാസ് ട്രാൻസ്ഫോം will be, ഇവിടെ ഒമേഗ നോട്ടിന് പകരം 2 ആണ്. ഓക്കെ, ഇപ്പം എന്ത് വരും, 2 divided by s square plus omega naught square 2 square ആണ്. ദാറ്റ് ഈസ് 4 വരും. ഇപ്പോൾ സൈൻ 2t-ൻ്റെത് 2/s square plus 4 ആണ്. നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്, 2 ഇൻറ്റു സൈൻ 2t ആണ്. ഓക്കെ, അപ്പം ബൈ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് വരും, k ഇൻറ്റു എക്സ് ഓഫ് എസ് വരും. ദാറ്റ് ഈസ് ഹിയർ k ഈക്വൽ ടു 2 ആണ്. 2 ഇൻറ്റു എക്സ് ഓഫ് എസ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ s square plus 4. ഇപ്പം എന്ത് വരും, 4 ഡിവൈഡഡ് ബൈ s square plus 4 ആയിരിക്കും ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 2 ഇൻറ്റു സൈൻ 2t. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ കോൺസ്റ്റന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ലീനിയാരിറ്റി പ്രോപ്പർട്ടി, സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം, ലീനിയാരിറ്റി പ്രോപ്പർട്ടി. സ്റ്റേറ്റ്മെന്റ്, if x1 of t Laplace transform x1 of s and
x2 of t Laplace transform x2 of s, then a1 x1 of t plus a2 x2 of t Laplace transform will be a1 x1 of t into the Laplace transform x1 of s plus a2 into x2 of t into Laplace transform x2 of s. ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 2 delta t plus 4 u of t. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫങ്ഷൻസ് എടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം, ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1 ആണ്. ഇനി അടുത്ത ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ് a ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി ആണ്. സോ 2 ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം ഫസ്റ്റ് പ്രോപ്പർട്ടിയുടെ മൾട്ടിപ്ലിക്കേഷൻ ബൈ എ കോൺസ്റ്റന്റ്, അത് വെച്ചിട്ട് എന്ത് വരും, 2 ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് 2 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ ഈ യു ഓഫ് ടി എടുക്കുക. യു ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ? യു ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ബേസിക് ഫംഗ്ഷൻ ആണ്, യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്, അതിൻ്റെ 1/s ആണ്. ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട 4 ഇൻറ്റു യു ഓഫ് ടി ആണ്. അപ്പോൾ 4 ഇൻറ്റു യു ഓഫ് ടീൻ്റെ ബൈ പ്രോപ്പർട്ടി 1 വെച്ചിട്ട് എന്ത് വരും? ദിസ് വിൽ ബി 4 ഇൻറ്റു 1/s. ഇനി ബൈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്താണ്? രണ്ടും കൂടെ സം ചെയ്തെടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം വരുന്നത് ഇതിൻ്റെ കേസിൽ നമുക്ക് വേണ്ടത് 2 ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി പ്ലസ് 4 ഇൻറ്റു യു ഓഫ് ടി ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇത് രണ്ടിൻ്റെ സമ്മായിട്ട് വരും അല്ലേ? ദാറ്റ് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 2 ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി പ്ലസ് 4 ഇൻറ്റു യു ഓഫ് ടി വിൽ ബി ഈക്വൽ ടു എന്തായിട്ട് വരും? 2 പ്ലസ് 4/s ആയിട്ട് വരും. ബൈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഇറ്റ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി 2 പ്ലസ് 4/s ആയിട്ട് വരും. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി, ലീനിയാരിറ്റി പ്രോപ്പർട്ടി. വി മൂവ് ഓൺ ടു തേർഡ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, അപ്പോൾ അത് ടൈം ഷിഫ്റ്റിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം സപ്പോസ് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ഉണ്ട്. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ഇപ്പോൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാല്യൂവിൽ അതിനെന്ത് കാണും? വാല്യൂസ് കാണും. ലെസ് ദാൻ വാല്യൂസിൽ 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു യു ഓഫ് ടി എന്ന് പറയുന്നത്. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാല്യൂസിൽ വാല്യൂ കാണും, ലെസ് ദാൻ വാല്യൂസിൽ വാല്യൂ കാണത്തില്ല. ഒരു യൂണിറ്റ് ഇപ്പോൾ 1 ആണെങ്കിൽ ദിസ് കറസ്പോണ്ട്സ് ടു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഓക്കെ, ഇപ്പോൾ സിഗ്നൽസിനെ നമുക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സിഗ്നൽസിന് വി ക്യാൻ ഐദർ ഷിഫ്റ്റ് ടു ലെഫ്റ്റ് സൈഡ് ഓർ വി ക്യാൻ ഷിഫ്റ്റ് ടു റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ അതായത് അതിന് വേറൊരു രീതി പറയുകയാണെങ്കിൽ സിഗ്നലിന് അഡ്വാൻസിങ് ചെയ്യാം അല്ലെങ്കിൽ ഡിലേയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റാണ് പറയുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റ്. ഓക്കെ, ഇപ്പം ഇതാണ് ഒറിജിനൽ സിഗ്നൽ യു ഓഫ് ടി. അതിന് നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇപ്പം ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ഇതാണ് ടി ബേസ് എന്ന് പറയുന്നത്, t = 0 എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, കുറച്ച് സാമ്പിൾസ്, ഇഷ്ടമുള്ള സാമ്പിൾസ് നമുക്ക് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ബേസ് വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. ഇപ്പോൾ വേറെ രീതി പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് പറയാം ഒക്കർ ചെയ്യുന്നത് t = 0-ലായിരുന്നു. അത് എന്ത് ചെയ്തു? t = ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ കേസിൽ t = -2 എന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ -2-ൽ അത് ഒക്കർ ചെയ്തു. അപ്പം മീൻസ് എന്താണ്? അഡ്വാൻസിങ് ഓപ്പറേഷൻ ആണ് അല്ലെ? സിഗ്നൽ അഡ്വാൻസിങ് ആണ്. നാച്ചുറലി ഒക്കർ ചെയ്യേണ്ടത് നേരത്തെ ഒക്കർ ചെയ്തുകൊണ്ടിരുന്നത് t = 0-ലാണ്, അതിന് മുമ്പായിട്ട് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ അഡ്വാൻസിങ് എന്ന് പറയും. അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ അഡ്വാൻസിങ് എന്ന് പറയും. ഓക്കെ, ഇപ്പം സപ്പോസ് നമുക്കൊരു 6 പീരീഡ്സ് ഉണ്ട് ക്ലാസ്സിൽ. അപ്പോൾ അതിനകത്താണെങ്കിൽ ഇപ്പോൾ 3rd പീരീഡാണ് ഞാൻ ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് പീരീഡിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? അഡ്വാൻസിങ് ആണ്. ഇപ്പോൾ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഈ സിഗ്നലിൽ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ് ടു റൈറ്റ് സൈഡ് ഓൾസോ. ഈ സിഗ്നലിന് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ദിസ് ഈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് ദിസ് ഈസ് റൈറ്റ് ഷിഫ്റ്റ്. റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ഇവിടെ ഒക്കർ ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റിലായിരുന്നു. അത് എന്തായി? ഡിലേ ആയി. ഓക്കെ, ദിസ് ഈസ് ഡിലേ ഓപ്പറേഷൻ. അപ്പോൾ ഇതിന് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയും. റൈറ്റ് ഷിഫ്റ്റ്
മീൻസ് ഡിലേ ഓപ്പറേഷൻ. അപ്പോൾ ആക്ച്വലി ഒക്കർ ചെയ്യേണ്ടത് ഈ 0-യിലായിരുന്നു, അത് ഒക്കർ ചെയ്യുന്നത് ഇപ്പോൾ 2-ലാണ്, സപ്പോസ് 2-ലാണ്. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് ടൈപ്പ് സിഗ്നൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതാണ് ഡിലേയിങ് ഓപ്പറേഷനും സെക്കൻഡ് അഡ്വാൻസിങ് ഓപ്പറേഷനും. ഇപ്പം ഒരു ഔട്ട്പുട്ട് ദാറ്റ് ഈസ് y of t ഈക്വൽ ടു എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് കൊടുത്തു. ഇത് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ടി നോട്ട് വാല്യൂ ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടി നോട്ടിൻ്റെ വാല്യൂ പോസിറ്റീവ് ആവാം, അതുപോലെ ടി നോട്ടിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആവുന്ന കേസിൽ അതിൻ്റെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വരുന്ന കേസിൽ അത് ഡിലേഡ് ആണ്. ഓക്കെ, പോസിറ്റീവ് വരുന്ന കേസിൽ ഡിലേഡ് ആണ്, അതുപോലെ നെഗറ്റീവ് വരുന്ന കേസിൽ അഡ്വാൻസിങ് ആണ്. ഓക്കെ, ഈ T0ന്റെ വാല്യൂ ആണ് T0ന്റെ വാല്യൂ. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയാം ഇതിൻ്റെ കേസിൽ. ഇപ്പം ഇഫ് എക്സ് ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ആണെങ്കിൽ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി ഇ റേസ് ടു മൈനസ് എസ് ടി നോട്ട് ഇൻറ്റു എക്സ് ഓഫ് എസ് വരും. ഓക്കെ, ഇപ്പോൾ എക്സ് ടി മൈനസ് ടി നോട്ട് വരുന്ന കേസിൽ അത് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ് ടി നോട്ട്. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഇപ്പോൾ മൈനസ് ആണ് ചെയ്യുന്നത്, അപ്പോൾ മൈനസ് എസ് ടി നോട്ടാണ് വരുന്നത്. അതുപോലെ സെക്കൻഡ് കേസിൽ എങ്ങനെ വരാം? ഷിഫ്റ്റിങ് എക്സ് ഓഫ് ടി പ്ലസ് ടി നോട്ട് വരാം. ഓക്കെ, ടി പ്ലസ് ടി നോട്ടും വരാം, ടി മൈനസ് ടി നോട്ടും വരാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു ഇവിടെ പോസിറ്റീവ് വരുന്ന അത് തന്നെ വരും. ദാറ്റ് ഈസ് ഇവിടെ പ്ലസ് ടി നോട്ട് അല്ലേ, അപ്പം എസ് ടി നോട്ട് ഇൻറ്റു എക്സ് ഓഫ് എസ് വരും. മൈനസ് ടി നോട്ട് ആണെങ്കിൽ മൈനസ് എസ് ടി നോട്ട് ഇൻറ്റു എക്സ് ഓഫ് എസ് വരും. ഇതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇഫ് എ സിഗ്നൽ എക്സ് ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് എക്സ് ഓഫ് എസ്, ദെൻ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി ഒരു ഇ റേസ് ടു മൈനസ് എസ് ടി നോട്ട്. ഇപ്പൊ ഇ റേസ് ടു മൈനസ് നമ്മൾ കൊടുത്ത ഡിലേ എലമെന്റ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ. ഇപ്പൊ ഇവിടെ എക്സ് ടി പ്ലസ് ടി നോട്ട് ആണെങ്കിൽ ഇ റേസ് ടു പ്ലസ് എസ് ടി നോട്ട് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആയിട്ട് വരും. ഇതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് 4. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് 4. അപ്പോൾ ഇങ്ങനത്തുള്ള പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ എഴുതും, ബേസിക് ഫംഗ്ഷൻ്റെ എഴുതും. ഇവിടെ ബേസിക് ഫംഗ്ഷൻ യു ഓഫ് ടി ആണ്. യു ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/s ആണ്. ഇനി ഇവിടെ ടൈം ഷിഫ്റ്റിംഗ് ആണ് അല്ലേ. യു ഓഫ് ടീനെ യു ഓഫ് ടി മൈനസ് 4 ടൈം ഷിഫ്റ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് യു ഓഫ് ടി മൈനസ് 4ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവിടെ ടി നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 4 ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ സോ ദിസ് വിൽ ബി ഇ റേസ് ടു ഇവിടെ -4 ആയതുകൊണ്ട് -4s ഇൻറ്റു നമ്മളുടെ ഫംഗ്ഷൻ ദാറ്റ് ഈസ് 1/s വരും. ദിസ് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് 4. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ബേസിക് ഫംഗ്ഷൻ യു ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം, യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ 1/s ആണെന്നറിയാം. ഇനി നെക്സ്റ്റ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യു ഓഫ് ടി മൈനസ് 4ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്? ഈ പ്രോപ്പർട്ടി അനുസരിച്ച് ഇവിടെ മൈനസ് ടി നോട്ട് ആണെങ്കിൽ ഈ ഒരു ഫാക്ടർ ഇവിടെ ടി നോട്ട് എന്ന് പറയുന്നത് -4. ഓക്കെ, മൈനസ് ആണ്. അപ്പം ഇത് വരും ഇ റേസ് ടു -4s മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, ഇ റേസ് ടു -4s ഇൻറ്റു 1/s വരും. ഇനി സെക്കൻഡ് ഒരു എക്സാമ്പിൾ എടുക്കാം. സെക്കൻഡ് എക്സാമ്പിൾ ആർ ഓഫ് ടി പ്ലസ് 2. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആർ ഓഫ് ടി പ്ലസ് 2. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ബേസിക് ഫംഗ്ഷനായ ആർ ഓഫ് ടീൻ്റെ എഴുതും. ദാറ്റ് ഈസ് ആർ ഓഫ് ടി എന്ന് വെച്ചാൽ യൂണിറ്റ് റാം സിഗ്നലാണ്. റാം സിഗ്നലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം 1/s². പാർട്ട് 1ൽ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. ആർ ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി 1/s². ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ടൈം ഷിഫ്റ്റിംഗ് ആണ് അല്ലേ. ടൈം ഷിഫ്റ്റിങ്ങിൽ +2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ അഡ്വാൻസിങ് ആണ്. ഓക്കെ, അഡ്വാൻസിങ് ആണ്. അപ്പോൾ അഡ്വാൻസിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം അതിൻ്റെ കേസിൽ പ്രോപ്പർട്ടി അനുസരിച്ച് എന്ത് ചെയ്യും? ഇ റേസ് ടു എസ് ടി നോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പം ഇവിടെ ടി നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ 2 ആണ്. സോ ഇ റേസ് ടു 2s നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പം ആർ ഓഫ് ടി +2ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കേസിൽ ഇ റേസ് ടു
2s മൾട്ടിപ്ലൈ ഇവിടെ t naught എന്ന് പറയുന്നത് +2 ആണ്. സോ e raised to 2s into our function that is 1 by s square. This is the Laplace transform of r of t plus 2. ഇനി തേർഡ് ഒരു എക്സാമ്പിൾ എടുക്കാം. തേർഡ് എക്സാമ്പിൾ e raised to -2 t minus 1 u of t minus 1. ഇപ്പം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കുറച്ച് ലാപ്ലാസ് ഇങ്ങനത്തുള്ള ഫംഗ്ഷൻസ് തരും, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താണ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ e raised to -2 t minus 1 u of t minus 1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്കറിയാവുന്ന ബേസിക് ഫംഗ്ഷൻ ആദ്യം എടുക്കും. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഈ t-1 വരുമ്പോൾ അല്ലെങ്കിൽ t+1 വരുവാണെങ്കിൽ ഫംഗ്ഷനകത്ത് t-1 t+1 വരുവാണെങ്കിൽ അപ്പോഴേ ഓർത്തോണം എന്താണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അഡ്വാൻസിങ് ഡിലേയിങ് ആണെന്ന് ഓർത്തോണം ഇങ്ങനെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ e raised to ഇവിടെ മൈനസ് ആണ്, e raised to -at u of t ആണ് ബേസിക് ഫംഗ്ഷൻ അല്ലെ. e raised to ഇപ്പോൾ t-1 ഷിഫ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ബേസിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ e raised to -at u of t ആണ്. ഓക്കെ, e raised to -at u of t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം 1 divided by s plus a ആണ്. ഓക്കെ, 1 divided by s plus a ആണ്. ഇനി ഇതിന്റെ കേസിൽ ഇവിടെ എന്താ വന്നിരിക്കുന്നത് e raised to 2t ആണ്. അപ്പോൾ e raised to -2t ന്റെ 2t u of t ന്റെ എന്ത് വരും 1 by s plus 2 വരും. ഇവിടെ a എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കേസിൽ 2 ആണ് ഇല്ലേ, a എന്ന് വെച്ചാൽ 2 ആണ്. സോ 1 by s plus 2 വരും. ഇനി നെക്സ്റ്റ് എന്താ വന്നിരിക്കുന്നത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് ഇല്ലേ. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ e raised to -2 t minus 1 u of t minus 1 ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത ഫംഗ്ഷന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരും e raised to ഇവിടെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് -1 ആണ്. സോ e raised to -s മൾട്ടിപ്ലൈ ചെയ്ത് വരും അല്ലെ. e raised to ഇവിടെ t naught എന്ന് വെച്ചാൽ -1 ആണ്. സോ e raised to -s ഇൻറ്റു എന്ത് വരും 1 by s plus 2 എന്ന് വരും. ഇതാണ് ഈ ഒരു ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. നമ്മൾ എന്താ ചെയ്തത്, അതിന്റെ ബേസിക് ഫംഗ്ഷൻ e raised to -at u of t ൻ്റെത് 1 by s plus a. ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് e raised to -2t u of t ആണ്. സോ ഇവിടെ a എന്ന് വെച്ചാൽ 2 വരും, ദാറ്റ് ഈസ് 1 by s plus 2 വരും. ഇനി ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് t-1 ആണ് ഇവിടെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ e raised to -s മൾട്ടിപ്ലൈ ചെയ്ത് വരും. t+1 ആയിരുന്നെങ്കിൽ e raised to +s വന്നേനും. ഓക്കെ, ഇത്രയുള്ള അതിന്റെ ഡിഫറൻസ്. ഇതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓർ തേർഡ് പ്രോപ്പർട്ടി. വി മൂവ് ഓൺ ടു ഫോർത്ത് ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. ടൈം ഷിഫ്റ്റിംഗിൽ ഫോർത്ത് എക്സാമ്പിൾ cos 2 of t-3 cos 2 of t-3 ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. cos 2 of t-3 ആണ്. t-3 വരുമ്പോഴത്തേക്ക് നമുക്ക് ഓർക്കാം എന്താണ് ടൈം ഷിഫ്റ്റിംഗ് ആണ്, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് എന്ത് ചെയ്യും ബേസിക് ഫംഗ്ഷൻ എഴുതും. ബേസിക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ cos ഒമേഗ നോട്ട് ടി ആണ് ബേസിക് ഫംഗ്ഷൻ. അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ നമുക്കറിയാം s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ ആണ്. ഇവിടെ ഒമേഗ നോട്ട് എന്ന് വെച്ചാൽ 2 ആണ്. സോ cos 2t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ s ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് ഇവിടെ ഒമേഗ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ്. സോ ഒമേഗ നോട്ട് സ്ക്വയർ മീൻസ് 4 വരും. ഓക്കെ, ഇനി അടുത്ത ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് cos ഓഫ് 2 into t-3. ഇവിടെ t-3 ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം e raised to -3s മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന്റെ എന്ത് വരും e raised to -3s into s ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് 4. അതായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ബേസിക് ഫംഗ്ഷൻ cos ഒമേഗ നോട്ട് ടി എഴുതി, അതിന്റെ s ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ ആണ്. ഇവിടെ ഒമേഗ നോട്ട് എന്ന് വെച്ചാൽ 2 ആണ്. സോ s ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. അതിനുശേഷം ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ -3 ആണ്. സോ e raised to -3s മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ t+3 ആയിരുന്നെങ്കിൽ e raised to +3s മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഈ ഒരു ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇനി നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് പ്രോപ്പർട്ടി. ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ കോൺസ്റ്റന്റ്, സെക്കൻഡ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി, തേർഡ് വൺ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അതുപോലെ ഫോർത്ത് പ്രോപ്പർട്ടിയാണ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പം അതിനകത്ത് എന്തായിരിക്കും ഫ്രീക്വൻസിയിലായിരിക്കും ഷിഫ്റ്റ് വരുന്നത്.
ഇതിൻ്റെ കേസിൽ ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് വരുന്നത്. ഇപ്പം ജനറലി നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത് എക്സ് ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ആണെങ്കിൽ ഇവിടെ ഫ്രീക്വൻസിയിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. എക്സ് ഓഫ് എസ് മൈനസ് എസ് നോട്ട് ആണ്, ഫ്രീക്വൻസിയിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കോമ്പൻസേഷൻ ആയിട്ട് ഇവിടെ ടൈം ഡൊമെയിനിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും. അപ്പം അതിനകത്ത് ഇ റൈസ് ടു ഇപ്പം മൈനസ് എസ് നോട്ട് ആണെങ്കിൽ ഇവിടെ ഇ റൈസ് ടു എസ് നോട്ട് ടി ആണ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. അത് ഓർത്തോണം. ഇപ്പം ടൈം ഷിഫ്റ്റിൻ്റെ കേസിൽ നമുക്കറിയാം ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വന്നപ്പോഴത്തേക്ക് ഇവിടെ മൈനസ് ടി നോട്ട് ആണെങ്കിൽ ഇ റൈസ് ടു മൈനസ് എസ് ടി നോട്ട് ആണ് എന്ത് വരുന്നത്, ഫാക്ടറായിട്ട് വരുന്നത്. അതുപോലെ എക്സ് ഓഫ് ടി പ്ലസ് ടി നോട്ട് ആണെങ്കിൽ ഇ റൈസ് ടു എസ് ടി നോട്ട് ആണ്. ഓക്കെ, അത് രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത്. ഫ്രീക്വൻസി ഷിഫ്റ്റ് വരുമ്പോഴത്തേക്ക് ഫ്രീക്വൻസിയിലാണ് ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ മൈനസ് എസ് നോട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആണ് വരുന്നത്. അതുപോലെ പ്ലസ് എസ് നോട്ടാണ് വരുന്നതെങ്കിൽ മൈനസ് ആണ് വരുന്നത്. അപ്പോൾ സൈൻ ചേഞ്ച് ഉണ്ട്, അത് ഓർത്തോണം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. എക്സ് ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ്പ്രസ് ആണെങ്കിൽ എക്സ് ഓഫ് എസ് മൈനസ് എസ് നോട്ടിൻ്റെ വരുമ്പോഴത്തേക്ക് ഒരു ഇ റൈസ് ടു പ്ലസ് എസ് നോട്ട് ടി മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. എക്സാമ്പിൾ 1, ഫസ്റ്റ് എക്സാമ്പിൾ ഇ റൈസ് ടു മൈനസ് 3t സൈൻ 2t യു ഓഫ് ടി. അപ്പം ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇ റൈസ് ടു മൈനസ് 3t സൈൻ 2t യു ഓഫ് ടി. ഇപ്പം എക്സാമിനാണെങ്കിൽ ഇങ്ങനത്തുള്ള കുറേ ഫംഗ്ഷൻസ് തരും. ബൈ യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പം ടൈം ഫംഗ്ഷനിൽ ഏതെങ്കിലും ഒരു ഇ റൈസ് ടു ടേം മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഓർത്തോണം അത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ്? ഇപ്പം ടൈമിൽ ഇപ്പം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഫംഗ്ഷനിൽ ഒരു ഇ റൈസ് ടു ടേം, ഇ റൈസ് ടു മൈനസ് ടി അല്ലെങ്കിൽ ഇ റൈസ് ടു പ്ലസ് ടി, അങ്ങനെ ഇ റൈസ് ടു ടേം വരുവാണെങ്കിൽ ഫംഗ്ഷനകത്ത് വരുവാണെങ്കിൽ അത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇതിൻ്റെ നമുക്ക് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എടുക്കുക. ബേസിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ കേസിൽ സൈൻ 2t യു ഓഫ് ടി ആണ് ബേസിക് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ നമുക്കറിയാം സൈൻ വരുമ്പോഴത്തേക്ക് സൈൻ 18ൻ്റെ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ 2 ആണ്. സോ 2 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആയിരിക്കും സൈൻ 2t യു ഓഫ് ടീൻ്റെ. ഇനി അതിൻ്റെ കൂടെ എന്ത് വന്നു? ഒരു ഇ റൈസ് ടു മൈനസ് 3t വന്നു. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വരുന്നത് നമ്മൾ ഇ റൈസ് ടു ടേം വരുവാണെങ്കിൽ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്. ദെയർഫോർ ഇ റൈസ് ടു മൈനസ് 3t സൈൻ 2t യു ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി എന്തായിരിക്കും? ഇവിടെ നമ്മൾ പ്ലസ് വരുവാണെങ്കിൽ ആ മൈനസ് ഫാക്ടറാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കേസിൽ 2 ഡിവൈഡ് ബൈ എസിന് നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? എസ് പ്ലസ് 3 വെച്ച് റീപ്ലേസ് ചെയ്യും. സോ എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ദിസ് വിൽ ബി ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസിക് സിഗ്നലിൽ എഴുതി, ദാറ്റ് ഈസ് സൈൻ 2tന്നത് 2 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇ റൈസ് ടു ടേം വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഇവിടെ മൈനസ് വരുവാണെങ്കിൽ ആ എസിന് നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം? പ്ലസ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് എക്സാമ്പിളിലേക്ക് പോവാം. സെക്കൻഡ് എക്സാമ്പിൾ ഇ റൈസ് ടു ടി കോസ് 2t യു ഓഫ് ടി. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഇ റൈസ് ടു ടി കോസ് 2t യു ഓഫ് ടി. അപ്പം ബേസിക് സിഗ്നലിൻ്റെ ആദ്യം എഴുതുക. ബേസിക് ഫംഗ്ഷൻ്റെ ദാറ്റ് ഈസ് കോസ് 2t യു ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം. കോസ് ഒമേഗ നോട്ട് ടീൻ്റെത് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. ഇവിടെ ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ്. സോ ഇതിൻ്റെ കേസിൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വരും. ഓക്കെ, ജനറൽ എന്ന് വെച്ചാൽ അറിയത്തില്ലേ? അപ്പം ജനറൽ കോസ് ഒമേഗ നോട്ട് ടീൻ്റെത് നമുക്കറിയാം എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ ആണ്. ഇവിടെ ഒമേഗ നോട്ട് എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ്. സോ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വരും. ഇനി ഇവിടെ ഇ റൈസ് ടു ടേം, ഇപ്പം ഇങ്ങനത്തുള്ള ഇ റൈസ് ടു ടേം ഇ റൈസ് ടു മൈനസ് ടേം വരുവാണെങ്കിൽ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു ടി കോസ് 2t യു ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി എന്തായിരിക്കും? ഇവിടെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? ഇവിടെ ഇ റൈസ് ടു പ്ലസ് ടി ആണ്. അപ്പം എസിന് എസ് മൈനസ് 1 വെച്ച് റീപ്ലേസ് ചെയ്യണം. ഇവിടെ എസ് മൈനസ് 1
divided by s minus 1 the whole square plus 2 square. This will be the Laplace transform of e raised to t cos 2t u of t will be s minus 1 divided by s minus 1 the whole square plus 2 square. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. തേർഡ് എക്സാമ്പിൾ, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് e raised to minus 2t r of t. e raised to minus 2t r of t. ഇപ്പോൾ e raised to minus 2t r of t minus 1, t minus 1 അല്ലെങ്കിൽ t plus 2 വരുവാണെങ്കിൽ നമുക്കത് എന്താണ്, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ഈ e raised to ടേം വരുവാണെങ്കിൽ എന്താണ്, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ ആദ്യമേ ബേസിക് സിഗ്നൽ r of tന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം, അതായത് റാം സിഗ്നലിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം 1/s² ആണ്. ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട e raised to minus 2t r of tന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ e raised to മൈനസ് വരുമ്പോഴത്തേക്ക് നമുക്ക് s പ്ലസ് ആണ് ചെയ്യേണ്ടത്, +2 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ കേസിൽ എസ് ഉള്ളിടത്ത് നമ്മൾ s+2 വെച്ച് റീപ്ലേസ് ചെയ്യും. സോ s+2 the whole square. This will be the Laplace transform of e raised to minus 2t r of t. ഓക്കെ, ഈ രണ്ട് പ്രോപ്പർട്ടി ഓർത്ത് വെച്ചിരിക്കണം. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വരുമ്പോഴത്തേക്ക് ആ ഫംഗ്ഷനിൽ ആർ ഓഫ് അല്ലെങ്കിൽ യു ഓഫ് അവിടെ ആയിരിക്കും t-1 അല്ലെങ്കിൽ t+1 വരുന്നത്. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് ആ സിഗ്നലിൽ ഒരു e raised to ടേം കിടക്കും. അപ്പോൾ ആ e raised to ടേം വരുവാണെങ്കിൽ പ്ലസ് ടേമോ മൈനസ് ടേം വരുവാണെങ്കിൽ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൽ e raised to -3 വരുവാണെങ്കിൽ s+3 വെച്ച് റീപ്ലേസ് ചെയ്യണം. സിമിലർലി ഇപ്പോൾ ഇവിടെ +t വരുവാണെങ്കിൽ s-1 വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പം നമ്മൾ 4 പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി ടൈം ഡിഫറൻസിയേഷൻ property. Okay, fifth one is time differentiation property. അപ്പോൾ അതിൻ്റെ കേസിലും ഡെഫിനിഷൻ വരുന്നത് x of t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം x of s ആണെങ്കിൽ ടൈം ഡിഫറൻസിയേഷൻ, ഇപ്പോൾ ടൈമിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് d/dt of x of t will be s into x of s എന്ന് വരും. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. x of t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം x of s ആണെങ്കിൽ ടൈം ഡിഫറൻസിയേഷൻ, ടൈമിൽ x of t നെ d/dt എടുക്കുമ്പോൾ there will be a multiplication of s in frequency domain. ഓക്കെ, അപ്പോൾ അത് ഇനിഷ്യൽ കണ്ടീഷൻസ് തരുകയാണെങ്കിൽ, സെക്കൻഡ് ഇതും കൊണ്ട് ഇപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ തരാത്ത കേസിലാണ് ഇഫ് ഇനിഷ്യൽ കണ്ടീഷൻസ് ആർ ഗിവൺ. ഇനിഷ്യൽ കണ്ടീഷൻ ഗിവൺ തരുന്ന കേസിൽ അതിൻ്റെ ഇത് വരുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് വരുന്നത് d/dt of x of t ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി s into x of s minus x of 0 എന്ന് വരും. വേറെ x of 0 is the initial condition. ഓക്കെ, അപ്പോൾ ഇത് ഇനിഷ്യൽ കണ്ടീഷൻ തരാത്ത കേസിൽ ഇനിഷ്യൽ കണ്ടീഷൻ തരുകയാണെങ്കിൽ s into x of s minus x of 0, വേറെ x of 0 is the initial condition. അതിൻ്റെ 2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾ 1 നോക്കാം. d/dt of sin t u of t. Find the Laplace transform of d/dt of sin t u of t. അപ്പോൾ ബേസിക് ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതുക. sin t u of t ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി എന്താണ്, സൈൻ വരുമ്പോഴത്തേക്ക് a/s² plus a² ആണ്. ഇവിടെ a എന്ന് വെച്ചാൽ 1 ആണ്. സോ 1/s² plus 1 എന്ന് വരും. ഇനി d/dt വരുമ്പോഴത്തേക്ക് എന്താ വന്നിരിക്കുന്നത്, ഒരു s മൾട്ടിപ്ലൈ ചെയ്ത് വരും. എളുപ്പമാണ്. ഇതിൻ്റെ കേസിൽ d/dt ഓഫ് സൈൻ u of t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും, ഈ ഫംഗ്ഷന്റെ കൂടെ ഒരു s മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഓക്കെ, ദാറ്റ് ഈസ് s ഡിവൈഡ് ബൈ s² plus 1 ആയിരിക്കും d/dt ഓഫ് സൈൻ t u of t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ d/dt ഓഫ് e raised to minus 2t u of t ഫൈൻഡ് ഔട്ട് ചെയ്യണം. d/dt ഓഫ് e raised to minus 2t u of t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് e raised to minus 2t u of t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, e raised to minus 8t u of t ആണ്. e raised to minus 8t u of t ൻ്റെത് നമുക്കറിയാം 1/s plus a ആണ്. ഇതിൻ്റെ കേസിൽ എന്ത് വരും, കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് 1/s plus 2 ആയിരിക്കും. 1/s plus 2. ഇനി ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്, d/dt ഓഫ് e raised to minus 2t u of t ൻ്റെ എന്തായിരിക്കും വരുന്നത്,
ഇവിടെ എന്താ പറഞ്ഞത്, ഒരു എസ് ടേം മൾട്ടിപ്ലൈ തരും. സോ എസ് ഇൻറ്റു 1/s+2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എസ് ഡിവൈഡ് ബൈ s+2 ആയിരിക്കും ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബേസിക് ഫംഗ്ഷൻ e−2tu(ൻ്റെത് 1/s+2 ആണ്. d/dt എടുക്കുമ്പോഴത്തേക്ക് ഒരു എസ് മൾട്ടിപ്ലൈ വരും. സോ എസ് ഇൻറ്റു 1/s+2 ആയിരിക്കും. ദിസ് ഈസ് ടൈം ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി. അതുപോലെ നെക്സ്റ്റ് 6th പ്രോപ്പർട്ടി ആണ്, that is frequency differentiation property. Frequency differentiation property. Okay, time differentiation കഴിഞ്ഞു. നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് എക്സ് ഓഫ് ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ആണെങ്കിൽ ഇവിടെ ഫ്രീക്വൻസിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് d/ds ഫ്രീക്വൻസിയാണ്, d/ds ഓഫ് എക്സ് ഓഫ് എസ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഓർത്തോണം. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ഡൊമൈനിൽ ടി ഇൻറ്റു എക്സ് ഓഫ് ടി ആയിരിക്കും. ഓക്കെ, അതായത് ടി ഇൻറ്റു എക്സ് ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി മൈനസ് ഓഫ് d/ds ഓഫ് എക്സ് ഓഫ് എസ്. ഇവിടെ ഡിഫറൻസിയേഷൻ വന്നിരിക്കുന്നത് ഇവിടെയാണ്, ഫ്രീക്വൻസി ഡൊമൈനിലാണ്, എഫ് ഡൊമൈനിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് d/ds ഓഫ് എക്സ് ഓഫ് എസ്. ഒരു മൈനസ് ഉണ്ട്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടി ഇൻറ്റു എക്സ് ഓഫ് ടി. ദാറ്റ് ഈസ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി മൈനസ് ഓഫ് d/ds ഓഫ് എക്സ് ഓഫ് എസ് ആയിരിക്കും. ഓക്കെ, എൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, വി നീഡ് ടു ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു e⁻t u of t. ടി ഇൻറ്റു e⁻t u of t. ഇപ്പോൾ ടി വരുന്നതാണ് ഓർത്ത് വെക്കേണ്ടത്, എന്താണ് ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ വരുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ബേസിക് സിഗ്നൽ നോക്കുക. ഇതിൻ്റെ ബേസിക് സിഗ്നൽ വരുന്നത് എന്താണ്, e⁻t u of t ആണ്. e⁻t u of t-ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം 1/s+1 ആണ് അല്ലെ. e⁻t u of t-ൻ്റെ 1/s+a ആണ്. ഇവിടെ എന്ന് വെച്ചാൽ -1 ആണ്. സോ 1/s+1 ആണ്. ഇനി നെക്സ്റ്റ് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ടി ഇൻറ്റു e⁻t u of t ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി, ആ പ്രോപ്പർട്ടി അനുസരിച്ച് എന്താ വരുന്നത്, മൈനസ് ഓഫ് d/ds ഓഫ് എക്സ് ഓഫ് എസ്. നമ്മൾ എക്സ് ഓഫ് എസ് ഓൾറെഡി ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. എക്സ് ഓഫ് എസ് ആണ്, ദിസ് ഈസ് എക്സ് ഓഫ് എസ്, that is 1/s+1. So t into e⁻t u of t, by using differentiation property, it will be then minus of d/ds of x of s. Okay, here that will be equal to minus of d/ds of x of s. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് 1/s+1 ആണ്. ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും, ഇതിൻ്റെ കേസിൽ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. It is s+1 into 0 minus 1 into differential of denominator, that is 1 divided by denominator square s+1 the whole square വരും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 1 ഡിവൈഡഡ് ബൈ s+1 the whole square എന്ന് കിട്ടും. അതാണ് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1 ഡിവൈഡഡ് ബൈ s+1 the whole square ആണ്. ഇനി ഒന്നുകൂടെ പറയാം, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ലാപ്ലാസ് ട്രാൻസ്ഫോം ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ടി ഇൻറ്റു e⁻t u of t ആണ്. ഫസ്റ്റ് e⁻t u of t-ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്തു, ദാറ്റ് ഈസ് 1/s+a ആണ്. ഇനി ടി ഇൻറ്റു e⁻t u of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും, അതിൻ്റെ ബൈ ദിസ് പ്രോപ്പർട്ടി മൈനസ് ഓഫ് d/ds ഓഫ് എക്സ് ഓഫ് എസ്. ഹിയർ എക്സ് ഓഫ് എസ് ഈക്വൽ ടു 1/s+1. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ 1 ഡിവൈഡ് ബൈ s+1 the whole square കിട്ടും. അനദർ എക്സാമ്പിൾ നോക്കാം, ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ്റെ. ദാറ്റ് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടി ഇൻറ്റു u of t ഫൈൻഡ് ഔട്ട് ചെയ്യണം. ടി ഇൻറ്റു u of t ഫൈൻഡ് ഔട്ട് ചെയ്യണം. ടി വരുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ എന്ന് ഓർത്തോണം. ഫസ്റ്റ് ബേസിക് ഫംഗ്ഷൻ u of t-ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, 1/s ആണ് അല്ലേ. യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s ആണ്. ഇനി ടി ഇൻറ്റു u of t വരുമ്പോഴത്തേക്ക് എന്തൊരു മൈനസ് ഓഫ് d/ds ഓഫ് 1/s വരും അല്ലേ, എക്സ് ഓഫ് എസ്. മൈനസ് ഓഫ് d/ds ഓഫ് എക്സ് ഓഫ് എസ് വരും. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കേസിൽ മൈനസ് ഓഫ് എസ് ഇൻറ്റു 0 - 1 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് 1/s² കിട്ടും. ഓക്കെ, ഇപ്പം ടി ഇൻറ്റു u of t-ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ 1/s² ആണ്. ജസ്റ്റ് ഒന്നുകൂടെ പറയാം, ബൈ യൂസിങ് ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി ഫസ്റ്റ് നമ്മൾ u of t യൂണിറ്റ് സ്റ്റെപ്പിൻ്റെത് 1/s ആണ് നമുക്കറിയാം. ഇനി അടുത്ത ടി ഇൻറ്റു u of t എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് ഓഫ് d/ds ഓഫ് ഇൻറ്റു ഫംഗ്ഷനാണ് വരുന്നത്.
അപ്പോൾ അത് ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1/s² എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ടൈം ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടിയും സെക്കൻഡ് ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി. ടൈം ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടിയിൽ എന്ത് ചെയ്യും, ഒരു എസ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് വരും എന്താ ഫ്രീക്വൻസിയിൽ. നെക്സ്റ്റ് ഫ്രീക്വൻസി പ്രോപ്പർട്ടിയിൽ ടൈമിൽ ഒരു ടി വരും, അതുപോലെ -d/ds വരും. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി, സെവൻത് പ്രോപ്പർട്ടി ടൈം ഇൻ്റഗ്രേഷൻ ആണ്. ഡിഫറൻസിയേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ടൈം ഇൻ്റഗ്രേഷൻ പ്രോപ്പർട്ടി. ടൈം ഇൻ്റഗ്രേഷൻ പ്രോപ്പർട്ടി അതിൻ്റെ ഡെഫിനിഷൻ എക്സ് ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ആണെങ്കിൽ ടൈം ഇൻ്റഗ്രേഷൻ, അപ്പോൾ ടൈമിലാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ -∞ ടു ടി എക്സ് ഓഫ് ടൗ ഡി ടൗ ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി എക്സ് ഓഫ് എസ് ബൈ എസ് വരും. ഓക്കെ, എക്സ് ഓഫ് എസ് ബൈ എസ് ആയിരിക്കും വരുന്നത്. ഇപ്പം ടൈമിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസിയിൽ ഒരു എസ് ടേം വരും. ടൈമിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ എസ് ആയിരിക്കും വരുന്നത്. അതാണ് ടൈം ഇൻ്റഗ്രേഷൻ പ്രോപ്പർട്ടിയും അതുപോലെ ടൈം ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടിയും ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ടൈം ഇൻ്റഗ്രേഷനിൽ ടൈമിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസിയിൽ ഒരു /s ടേം വരും. ഓക്കെ, അതിന് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് വെച്ച് പഠിച്ചു നോക്കാം, അതായിരിക്കും എളുപ്പം. ഇപ്പോൾ എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ -∞ ടു ടി u ടൗ ഡി ടൗ, ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഇവിടെ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴേ അറിയാം എന്താണ് ടൈമിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ബേസിക് ഫംഗ്ഷൻ നോക്കുക, യു ഓഫ് ടി ആണ്. യു ഓഫ് ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം, യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ 1/s ആണ്. ഇനി ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇൻ്റഗ്രൽ ഓഫ് -∞ ടു ടി യു ഓഫ് ടി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ യു ഓഫ് ടൗ ഡി ടൗ ആണ്. ഓക്കെ, യു ഓഫ് ടൗ ഡി ടൗ വിൽ ബി എന്താണ്, ഈ പ്രോപ്പർട്ടി അനുസരിച്ച് എന്താ വരുന്നത്, എക്സ് ഓഫ് എസ് ബൈ എസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1/s ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എസ് ഡിനോമിനേറ്ററിൽ വരും ഇല്ലേ. ദിസ് ഈസ് അവർ എക്സ് ഓഫ് എസ്. ഇതിൻ്റെ കേസിൽ ഇതാണ് എക്സ് ഓഫ് എസ്. അപ്പോൾ എക്സ് ഓഫ് എസ് ബൈ എസ് ആണ്, ദറ്റ് ഈസ് 1/s/s വരും. സോ s² വരും. അപ്പോൾ ഇതിൻ്റെ കേസിൽ യു ടൗ ഡി ടൗവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/s² ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ, 1/s² ആയിരിക്കും. ഇനി സെക്കൻഡ് ഒരു എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ ഇൻ്റഗ്രൽ -∞ ടു ടി e⁻a ടൗ യു ടൗ, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇൻ്റഗ്രൽ വന്നുകൊണ്ട് ടൈം ഇൻ്റഗ്രേഷൻ പ്രോപ്പർട്ടി ആണ്. അപ്പം ബേസിക് ഫംഗ്ഷൻ നോക്കുക, ദാറ്റ് ഈസ് e⁻a ടൗ യു ടൗവിൻ്റെ നമുക്കറിയാം എന്തായിരിക്കും 1/s+a ആണ് ഇല്ലേ. ഇപ്പോൾ ടൗ എന്ന് വെച്ചാൽ ടിക്ക് വേറൊരു വേരിയബിൾ എന്നേ ഉള്ളൂ. അപ്പോൾ e⁻⁻at ut 1/s+a ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, ബൈ ടൈം പ്രോപ്പർട്ടി, ടൈം ഇൻ്റഗ്രേഷൻ പ്രോപ്പർട്ടി. ഇതിൻ്റെ കേസിൽ എന്ത് വരും, താഴെ ഒരു എസ് മൾട്ടിപ്ലൈ ചെയ്ത് വരും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് -∞ ടു ടി e⁻a ടൗ യു ടൗ ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി ആ ഫംഗ്ഷൻ, അതായത് 1/s+a, അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു എസ് മൾട്ടിപ്ലൈ ചെയ്ത് വരും. ദാറ്റ് ഈസ് 1/s × s+a ആയിരിക്കും ഈ ഒരു ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ ടൈം ഇൻ്റഗ്രേഷൻ മനസ്സിലായില്ലേ. ടൈം ഇൻ്റഗ്രേഷൻ, ടൈമിലൊരു ഇൻ്റഗ്രേഷൻ ഫാക്ടർ വരും. അപ്പം ലാപ്ലാസ് ഡൊമൈനിൽ /s വരും. അപ്പം ബേസിക് ഫംഗ്ഷൻ എഴുതുക, അതിനുശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് താഴെ ഒരു എസ് ഇടണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എയ്ത്ത് പ്രോപ്പർട്ടി ടൈം സ്കെയിലിംഗ് ആണ്. ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി എൻ്റെ ഡെഫിനിഷൻ എക്സ് ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ആണെങ്കിൽ ടൈമിൽ നമ്മൾ സ്കെയിൽ ചെയ്യാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് at. ദിസ് ഈസ് ടൈം സ്കെയിലിംഗ്. ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി 1/mod a എക്സ് ഓഫ് എസ് ബൈ എ എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ടൈമിൽ നമ്മളൊരു സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എ ഫാക്ടർ കൊണ്ട് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിൽ 1/mod a വരും. അതുപോലെ എസിൻ്റെ s/a വെച്ച് റീപ്ലേസ് ചെയ്യണം. എക്സാമ്പിൾ പറയാം. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ യു ഓഫ് 2t ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം ബേസിക് ഫംഗ്ഷൻ എന്താ, യു ഓഫ് ടി ആണ്. യു ഓഫ് ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s ആണ്. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട യു ഓഫ് 2t ആണ്. ഇവിടെ എന്താണ്, ടൈം സ്കെയിലിംഗ് ആണ്, ടൈമിലാണ് സ്കെയിൽ ചെയ്തത്. അപ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് 1/a, ഇവിടെ a എന്ന് വെച്ചാൽ 2 ആണ്. സോ 1/2 ഇൻറ്റു എന്ത് വരും,
എക്സ് ഓഫ് എസിന് ഇവിടുത്തെ എക്സ് ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/s ആണ്. ആ എസിന് നമ്മൾ എന്ത് ചെയ്യും? s/a വെച്ച് റീപ്ലേസ് ചെയ്യും. ഇവിടുത്തെ എ എന്ന് വെച്ചാൽ 2 ആണ്. അപ്പം 1/sന് നമ്മൾ എസിന് s/2 വെച്ച് റീപ്ലേസ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി എന്ത് വരും? 1/s/2 എന്ന് വരും. അപ്പം അതിന്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/s എന്ന് കിട്ടും. ഓക്കെ, 1/s. ഇപ്പോൾ യു ഓഫ് 2t ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ 1/s ആയിരിക്കും. ബൈ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി യു ഓഫ് ടിൻ്റെത് നോർമലി 1/s ആണ്. യു ഓഫ് 2t വരുമ്പോഴത്തേക്ക് 1/mod എക്സ് ഓഫ് s/a. ഇവിടെ a = 2 ആണ്. സോ 1/2 ഇൻറ്റു ഇവിടുത്തെ എക്സ് ഓഫ് എസ് എന്ന് വെച്ചാൽ 1/s ആണ്. ആ എസിന് നമ്മൾ s/a, ഹിയർ a = 2. സോ 1/s എന്ന് വരും അതിൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. r ഓഫ് 3t ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇപ്പോൾ നമ്മൾ ബേസിക് ഫംഗ്ഷൻ r ഓഫ് ടി എഴുതുക. r ഓഫ് ടി റാമ്പിൻ്റെ നമുക്കറിയാം 1/s² ആണെന്നറിയാം. ഇപ്പോൾ ഇവിടെ ടൈം സ്കെയിലിംഗ് ആണ്. ടൈം സ്കെയിലിംഗ് വരുമ്പോഴത്തേക്ക് r ഓഫ് 3t വിൽ ബി എന്ത് വരും? 1/a. ഹിയർ a = 3 ആണ്. സോ 1/3 ഇൻറ്റു നമ്മളുടെ എക്സ് ഓഫ് എസിൽ എസിന് s/3 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. സോ 1/s ഹോൾ സ്ക്വയർ എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 3/s² എന്ന് വരും. ഇതാണ് എന്ന് പറയുന്നത് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. ഇനി ജനറൽ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ തിയറം, ഫൈനൽ വാല്യൂ തിയറമാണ്. 2 തിയറംസാണ് ഉള്ളത് പ്രോപ്പർട്ടീസ് ആയിട്ട്. ഇനിഷ്യൽ വാല്യൂ തിയറം, ഫൈനൽ വാല്യൂ തിയറം അത് ഓൾറെഡി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇനിഷ്യൽ വാല്യൂ തിയറം, ഫൈനൽ വാല്യൂ തിയറം. ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യനോട് ഞാൻ ചെയ്യാം. ഇപ്പം സപ്പോസ് d/dt ഓഫ് r ഓഫ് ടി ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കും? ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുക d/dt ഓഫ് r ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് എങ്ങനെ ആയിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കിക്കേ. ഇവിടുത്തെ ഫംഗ്ഷൻ നോക്കുക, r ഓഫ് ടി ആണ്. r ഓഫ് ടിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം 1/s² ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എന്താണ്? ടൈം ഡിഫറൻസിയേഷനാണ്. ടൈം ഡിഫറൻസിയേഷൻ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? ഫ്രീക്വൻസി ഡൊമൈനിൽ ഒരു s മൾട്ടിപ്ലൈ ചെയ്ത് വരും അല്ലേ? സോ d/dt ഓഫ് r ഓഫ് ടി വിൽ ബി എന്തായിരിക്കും വരുന്നത്? ഇവിടെ ടൈം ഡിഫറൻസിയേഷൻ ആണ്. ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഫ്രീക്വൻസി ഒരു s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് s ഇൻറ്റു 1/s² വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/s വരും. ഓക്കെ, അതായത് d/dt ഓഫ് r ഓഫ് ടി നമുക്ക് കിട്ടിയത് എന്താണ്? 1/s ആണ്. ഈ 1/s എന്ന് വെച്ചാൽ എന്താണ് നമ്മളുടെ വരുന്നത്? അതൊരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ് അല്ലേ? അപ്പോൾ അതാണ് ഒരു റാമ്പ് സിഗ്നലിന് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഓക്കെ, അങ്ങനെ എഴുതിക്കൂടെ. d/dt ഓഫ് r ഓഫ് ടി അത് റിസൾട്ട് ആണ്. d/dt ഓഫ് r ഓഫ് ടി ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് u ഓഫ് ടി. ഓക്കെ, ഇത്രയാണ് ബേസിക് പ്രോപ്പർട്ടീസ്. ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ കോൺസ്റ്റന്റ്, സെക്കൻഡ് വൺ ലീനിയാരിറ്റി പ്രോപ്പർട്ടി, തേർഡ് വൺ എക്സാമ്പിൾസ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ t-t0 അല്ലെങ്കിൽ t+ അങ്ങനത്തെ ഒരു ടേം വരും. ഇപ്പം എക്സ് ഓഫ് t+1 അല്ലെങ്കിൽ t-1 അങ്ങനത്തെ ഒരു ടേംസ് വരുന്നതായിരിക്കും ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഫ്രീക്വൻസിയിൽ മൈനസ് ആണെങ്കിൽ e⁻−st0, പ്ലസ് ആണെങ്കിൽ e⁻+st0 മൾട്ടിപ്ലൈ ചെയ്ത് വരും. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തായിരുന്നു. നെക്സ്റ്റ് വരുന്നത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. ഫ്രീക്വൻസി ഷിഫ്റ്റ് വരുമ്പോഴത്തേക്ക് ആ ഫംഗ്ഷന്റെ കൂടെ e⁻+80 അല്ലെങ്കിൽ -80 വരും. അപ്പോൾ ഓർത്തോണം ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണെന്നുള്ളത്. ഇപ്പം ബേസിക് ഫംഗ്ഷൻ്റെ എഴുതുക. എന്നിട്ട് ഇവിടെ e⁻−3t ആണെങ്കിൽ ആ എസിന് s+3 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് ചെയ്തു. പിന്നെ ടൈം ഡിഫറൻസിയേഷൻ ഉണ്ട്. ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫ്രീക്വൻസിയിൽ ഒരു എസ് ടേം വരും. അപ്പോൾ ബേസിക് ഫംഗ്ഷൻ്റെ എഴുതുക. എന്നിട്ട് d/dt വരുമ്പോൾ s ഇൻറ്റു ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി. ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ t വരും, t ഓഫ് ഫംഗ്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെടുത്ത് ഇതിൻ്റെ ആണെങ്കിൽ ആ ബേസിക് സിഗ്നലിൻ്റെ എക്സ് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം t വരുമ്പോഴത്തേക്ക് -d/ds ഓഫ് എക്സ് ഓഫ് എസ് എടുക്കുക. ടൈം ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ഇൻ്റഗ്രൽ കാണും ടൈമിൽ. അപ്പം അതിൻ്റെ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരു /s ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് അങ്ങനെയല്ല ചെയ്ത് e⁻−80 a⁻u⁻ നമ്മൾ എന്ത് എഴുതി? 1/s+ എഴുതി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു s ഡിനോമിനേറ്ററിൽ വരും. ലാസ്റ്റ് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യും? ബേസിക് ഫംഗ്ഷൻ എഴുതിയിട്ട് 1/a എക്സിനെ റീപ്ലേസ്ഡ് ബൈ s/a. ഓക്കെ,
പിന്നെ വരുന്ന രണ്ട് പ്രോപ്പർട്ടീസാണ്, ഒന്ന് ഇനിഷ്യൽ വാല്യൂ തിയറം, ഫൈനൽ വാല്യൂ തിയറം. ഇത്രയാണ് ബേസിക് തിയറംസ് വരുന്നത്, അതുപോലെ പ്രോപ്പർട്ടീസ് വരുന്നത്. ഇപ്പോൾ എക്സാമിന് ഇങ്ങനത്തുള്ള ബേസിക് സിഗ്നൽസ് തരും, ഇങ്ങനത്തുള്ള ഫംഗ്ഷൻസ് തരും, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസിങ് പ്രോപ്പർട്ടീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമ്മളെല്ലാ പ്രോപ്പർട്ടീസും ഈ ഒരു വീഡിയോസിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.